നമ്മൾ ഇത്തവണ നോക്കുകയാണെങ്കിൽ ഒരുപാട് ചെറുപ്പക്കാരും സ്ത്രീകളും ഒരുപാട് ഇതുവരെ കണ്ടത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് അങ്ങനെ വരുന്നുണ്ട്. എന്തായിരിക്കും ഒരു മാറ്റത്തിനുള്ള കാരണം? സ്വാഭാവികമായിട്ടും സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പകുതി ശതമാനം സ്ത്രീകളാണ്. അതായത് നിയമപ്രകാരം സ്ത്രീകളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മുൻപത്തെ തെരഞ്ഞെടുപ്പുകളിലേക്കാൾ ഒരു പുതിയ ട്രെൻഡ് വന്നതെന്ന് പറഞ്ഞാൽ ജനറൽ സീറ്റുകളിൽ ധാരാളം സ്ത്രീകൾ മത്സരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കണക്കുകളൊക്കെ ഇപ്പൊ അടുത്ത് പുറത്തു വന്നിരുന്നു. അതായത് എത്ര സ്ത്രീകളാണ് ജനറൽ സീറ്റുകളിൽ. 50% കഴിഞ്ഞ് ജനറലായിട്ട് പുരുഷന്മാർക്ക് മത്സരിക്കേണ്ട സീറ്റുകളിലേക്ക് കഴിഞ്ഞ തവണ ജയിച്ച് അല്ലെങ്കിൽ 2-3 തവണയൊക്കെ ആയിട്ട് മെമ്പർമാരായിരിക്കുന്ന സ്ത്രീകൾ വീണ്ടും മത്സരിക്കുന്ന ഒരു സാഹചര്യം പലയിടങ്ങളിലുണ്ട്. അപ്പൊ അത് 50% കടക്കുന്ന ഒരു കാര്യമൊക്കെ ആയിട്ട് മാറുന്നുണ്ട്. അത് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കുറെ കാലം 100% പുരുഷന്മാരുണ്ടായിരുന്ന ഇടങ്ങളിലേക്ക് 50%-ലധികമെങ്കിലും സ്ത്രീകൾ വരുന്നത് നല്ല കാര്യമാണ്. പ്രത്യേകിച്ച് ഇത്തരം തെരഞ്ഞെടുപ്പുകളിൽ ജനപ്രതിനിധികളാകുന്ന സ്ത്രീകൾ വളരെ എഫക്റ്റീവായിട്ട്, താഴെത്തട്ടിൽ വളരെ എഫക്റ്റീവായിട്ട് സ്ത്രീകൾ വർക്ക് ചെയ്യുന്നു. എല്ലാ തട്ടിലും സ്ത്രീകൾ വർക്ക് ചെയ്യും, അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇപ്പോൾ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ അധികാരം ലഭിക്കുന്ന ഈ പഞ്ചായത്ത് മെമ്പർമാരുടെ അവരുടെ ഒരു എഫക്റ്റീവ്നെസ്സിൻ്റെ എന്തെങ്കിലും ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ അത് പഠിക്കാനുള്ള എന്തെങ്കിലും ഒരു സർവേ പ്രഖ്യാപിച്ചാൽ തീർച്ചയായും കേരളത്തിലെ സ്ത്രീ ജനപ്രതിനിധികൾ വളരെയധികം മുന്നോട്ട് പോയിട്ടുള്ളൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. വളരെ 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 പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് ആയിട്ടാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. തുടർഭരണം ഉണ്ടാവാനായിട്ടുള്ള എങ്ങനെയാണ് അത് നോക്കിക്കാണുന്നത്? സാധ്യതകളുണ്ടോ? എന്തെങ്കിലും സാധ്യതയുണ്ടോ? അങ്ങനെ ഈ പറഞ്ഞതുപോലെ ഇവര് 2016 ശേഷം പിണറായി വിജയൻ മഴുവെറിഞ്ഞുണ്ടാക്കിയതാണ് കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നരേറ്റീവാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സാധാരണ മനുഷ്യർ കാണുന്നുണ്ട്. അവര് പറഞ്ഞു വെക്കുന്ന, ഞാൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞു, ശബരിമല വിഷയം പോലും ചർച്ച ചെയ്യപ്പെടുന്ന കഴിഞ്ഞ 10 കൊല്ലത്തിലുണ്ടായ വിലക്കയറ്റം, ഇപ്പോൾ 200 രൂപ പെൻഷൻ കൂട്ടി, ഞാനത് സമ്മതിക്കുന്നു, ഞാൻ അതിനെ അംഗീകരിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ ആ 10 കൊല്ലത്തെ വിലക്കയറ്റത്തിന്റെ തോതൊന്ന് പഠിക്കണം, അതൊന്ന് പരിശോധിക്കണം. അതോടൊപ്പം തന്നെ നികുതിയിലുണ്ടായ വലിയ വർധനവ്, വെള്ളക്കരം, വൈദ്യുതിക്കരം ഉൾപ്പെടെ നമ്മുടെ വീട്ടുനികുതി അടക്കം കൂട്ടിയ ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ 200 രൂപ തരുന്നത്, 1 ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങണമെങ്കിൽ 500 രൂപ കൊടുക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ 200 രൂപ കൂട്ടിക്കൊടുത്ത് ഇത് ഈ ഇന്ത്യയിൽ മുഴുവൻ നടക്കുന്ന ഒരു മോശപ്പെട്ട ജനാധിപത്യത്തിൽ ഒരു മോശപ്പെട്ട പ്രവണതയാണ്. ഈ പറഞ്ഞ പോലെ ഒരു ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ കൊടുത്തുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുക എന്ന് പറയുന്ന ജനാധിപത്യ ബോധമില്ലായ്മയിലേക്ക് നാട് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയായിട്ട് ഇത് മാറുകയാണ്. അപ്പോൾ ആ ഒരു രീതിയെ പരീക്ഷിക്കാൻ വേണ്ടി പിണറായി വിജയനും ആളുകൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ തരും, അതങ്ങ് വാങ്ങി ഞങ്ങൾക്ക് വോട്ട് ചെയ്യുക എന്ന് പറയുന്ന ധാർഷ്ട്യത്തെ അംഗീകരിക്കാൻ ഇവിടുത്തെ ജനാധിപത്യ ബോധം അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് പൂർണ്ണമായിട്ടും പറയാനുള്ളതും വിശ്വസിക്കുന്നത്. അത്തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തവണ എന്തായാലും ജനങ്ങൾ മാറി ചിന്തിക്കുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും മാറി ചിന്തിക്കും. കാരണം അത്രയേറെ ഞാൻ ഓരോ വിഭാഗത്തെടുത്ത് പറയുമ്പോൾ, ഇപ്പം ലഹരിയിൽ പെടുന്ന കുഞ്ഞുങ്ങളെ പറ്റി നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ, ക്രിമിനലൈസ് ചെയ്യപ്പെടുന്ന ഒരു യങ് ജനറേഷനെ പറ്റി നമ്മൾ പറയുമ്പം, ഇപ്പം ഇപ്പോൾ കോളേജുകളിലടക്കം നിയമന നിരോധനം നടപ്പിലാക്കിയ ഒരു സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റെല്ലാ മേഖലകളിലും നമ്മൾ തൊഴിലിൻ്റെ കാര്യത്തിലാവട്ടെ, അല്ലെങ്കിൽ ഇപ്പം സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ എല്ലാ വിഷയങ്ങളും എടുത്ത് പഠിക്കും. അപ്പോൾ അത് സഹകരണ മേഖലയിൽ, ഇപ്പോൾ കരുവന്നൂർ പോലെയുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും വലിയ ബാങ്ക് തട്ടിപ്പാണ് സഹകരണ മേഖലയിൽ. സഹകരണ മേഖലയുടെ വിശ്വാസ്യത തകർത്ത ഒരു തട്ടിപ്പാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ സഹകരണ മേഖലയോട്ട്, ആരോഗ്യരംഗത്തെ പറ്റി കഴിഞ്ഞ 1 മാസത്തെ കണക്ക് മാത്രം മെഡിക്കൽ അനാസ്ഥ കൊണ്ട് മരിച്ചു പോകുന്ന എത്രയോ ആളുകൾ. നിങ്ങൾ പാലക്കാട് നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ശിവപ്രിയ എന്ന് പറയുന്ന പെൺകുട്ടി കൈ ഒന്ന് വീണിട്ട് മുറിവ് പറ്റി ആശുപത്രിയിലേക്ക് പോയതാ. കൈ മുറിച്ചു കളഞ്ഞാണ് വീട്ടിലേക്ക് വരുന്നത്. നമ്മളൊന്ന് ചിന്തിക്കണം. ഒരു പെൺകുട്ടി 9 വയസ്സുകാരി ഒരു ജീവിതം മുഴുവൻ കൈയില്ലാത്തവളായി ജീവിക്കേണ്ടി വരുന്നത് ഇവിടുത്തെ സംവിധാനത്തിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അത് എത്രത്തോളം മോശപ്പെട്ടതാണ് എന്ന് ആളുകൾ മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ തലയോലപ്പറമ്പിലെ ബിന്ദു 12-ാം വാർഡ് തകർന്നു വീണ് മരിക്കുന്നു. ഫർഷീനയുടെ വയറ്റിൽ കത്രികയുമായി എത്രയോ കാലം അവർ മുന്നോട്ട് പോയി. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് പന്മനയിലെ വേണു എന്ന് പറയുന്ന ഒരാൾ ഹൃദ്രോഗം വന്ന് മെഡിക്കൽ കോളേജിൽ പോയിട്ട് 7 ദിവസം നിലത്ത് കിടത്തുകയാണ്. ഒരാളെ നിലത്ത് തറയിൽ കിടത്തുകയാണ് 7 ദിവസം. 7ാമത്തെ ദിവസം മരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള നിരന്തരമായിട്ടുള്ള എല്ലാ സിസ്റ്റവും, ഞാനത് ഓരോന്നെടുത്ത് പറയില്ല, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാവട്ടെ, വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിലാവട്ടെ വലിയ ഇടിവ് സംഭവിച്ചിട്ടുള്ളൊരു കാലത്താണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാ സിസ്റ്റവും തകരാറിലാക്കിയ ഒരു സർക്കാരാണ് കഴിഞ്ഞ 10 കൊല്ലമായി ഭരിക്കുന്നത്. ഇത്തരം സിസ്റ്റങ്ങളെ ഇനി റെജുമിനേറ്റ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് തന്നെ വരുന്ന ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് സാമ്പത്തിക ബാധ്യത ഉൾപ്പെടെ വലിയ രീതിയിൽ വരുത്തി വെച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള തിരിച്ചടവുകൾ, കിഫ്ബിയുടെ ഉൾപ്പെടെയുള്ള തിരിച്ചടവുകൾ വരുമ്പോൾ വലിയ ബാധ്യതയാണ് സർക്കാരിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കടക്കണിയിലാക്കിയ, മനുഷ്യരെ വലിയ ബാധ്യതയിലാക്കിയ ഒരു സർക്കാരിനെ പിഴുതെറിയുക എന്നുള്ളത്
മനുഷ്യരെടുക്കേണ്ട ഉത്തരവാദിത്തമാണ്. പൊതുബോധം ചിന്തിക്കേണ്ട ഒരു വികാരമായി മാറേണ്ട കാര്യമാണ്. സോയ ജോസഫ് എന്ന യൂത്ത് കോൺഗ്രസ്സുകാരി ഈ കോൺഗ്രസ് എന്ന ഒരു ഒറ്റ വികാരത്തിൻ്റെ പുറത്ത് പ്രവർത്തിക്കുന്ന ആളാണോ, അതോ ഒരു ഗ്രൂപ്പ് ഉണ്ടോ? അല്ല, നിങ്ങൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഏതെങ്കിലും നിങ്ങൾ എൻ്റെ പ്രൊഫൈലുകളോ ഞാൻ എൻ്റെ പബ്ലിക് പ്രൊഫൈലിൽ നിൽക്കും അത് ഞാനൊരു മോശം കാര്യമാണെന്നോ നല്ല കാര്യമാണോ എന്നുള്ള രീതിയിലല്ല പറഞ്ഞു വെക്കുന്നത്. എന്നെ സംബന്ധിച്ച് അത് മോശമാണെങ്കിലും നല്ലതാണെങ്കിലും ഞാൻ അത്തരം ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു പൊളിറ്റിക്സിൽ എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ യാദൃശ്ചികമായി പൊളിറ്റിക്സിലേക്ക് വന്ന ഒരാളാണ്. ഒരു കോളേജ് യൂണിയൻ ഭാരവാഹിയായി വരേണ്ട സാഹചര്യം വന്നു. പിന്നീട് ജില്ലാ സെക്രട്ടറിയായും യൂത്ത് കോൺഗ്രസിലേക്ക് മത്സരിച്ചും ഒക്കെ അത്തരത്തിലൊക്കെ വന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിലൊരു വലിയൊരു ഏതെങ്കിലും ഒരു സംവിധാനത്തിൻ്റെ ബാക്കപ്പ് ഒന്നും എന്നെ സംബന്ധിച്ച് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ഞാനൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ടാണ് ഞാനത് പറയുന്നത്. നാളെ ആർക്കെങ്കിലും അത്തരത്തിൽ പിന്നെ നിഷേധിച്ച് പറയാൻ കഴിയുമെങ്കിൽ അതിന് ഞാനതൊരു മോശം കാര്യമായിട്ടല്ല കേട്ടോ. അതൊക്കെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആരാധന തോന്നുന്ന നേതാക്കന്മാരുണ്ടാകാം, നിങ്ങളെ സംരക്ഷിക്കുന്ന ആളുകളുണ്ടാകും. സംരക്ഷിക്കപ്പെടുന്നത് നല്ലത് തന്നെയാണ്. അതിനാണല്ലോ മുതിർന്ന നേതാക്കൾ സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ കൊണ്ടുപോകേണ്ടത് പിന്നെ ഒരു പാർട്ടിയുടെ സിസ്റ്റത്തിനകത്ത് വേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അത് ആരോഗ്യകരമായിട്ടുള്ളൊരു ട്രെൻഡായി എല്ലാ കാലത്തും മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ്. മനസ്സിലായി. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ സമയത്ത് പാർട്ടിയുടെ തലപ്പത്തേക്ക് പറഞ്ഞിരുന്ന 1-2 പേരിൽ ആണ് ഒന്ന് സോയ ജോസഫും പിന്നെ അരിത ബാബുവും. അപ്പോൾ ശരിക്കും നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പാർട്ടിയിൽ ഒരു ടോപ്പിൽ എത്തണം എന്നുള്ളൊരു രീതി? അത്തരത്തിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിലേക്ക് കടന്നു വരുമ്പോഴൊന്നും അത്തരത്തിലുള്ള ഒരു ചിന്തയിലൂടെയൊന്നുമല്ല നമ്മൾ വരുന്നത്. നമ്മൾ അത്തരത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും ഞാൻ ജനറൽ സെക്രട്ടറി ആവാൻ വേണ്ടി മത്സരിച്ച് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരാളാണ്. അത്തരത്തിലുള്ള പ്രസിഡൻഷിപ്പിലേക്ക് മത്സരിച്ച ഒരാൾ പോലും അല്ല. സ്വാഭാവികമായിട്ടും ഒരു പെൺകുട്ടിയുടെ പേര് പറഞ്ഞു കേൾക്കുന്നത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് അല്ലേ. നമ്മൾ പറയുന്നത് പോലെ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന ഉണ്ടായിട്ട് ഒരുപാട് കാലമായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 25-ലും അല്ലെങ്കിൽ ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ആനി ബസന്റിനെയും സരോജിനി നായിഡുവിനെയും ഒക്കെ അധ്യക്ഷയാക്കിയിട്ടുള്ള ഒരു പാർട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളം പോലെയുള്ള ഒരു പുരോഗമനപരമായിട്ടുള്ള ചിന്തിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടി പ്രസിഡന്റ് ആവുന്നത് വളരെ പിന്നെ സന്തോഷത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കുകയും കാണുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അക്കാര്യത്തിലൊന്നും തർക്കമില്ല. അത് ശരിയായിട്ടുള്ളൊരു വാദമായിരുന്നു എന്നുള്ളതിനും തർക്കമില്ല. പക്ഷെ അതിൽ ഒരുപാട് ഘടകങ്ങൾ ഒക്കെ പരിശോധിക്കപ്പെടും. നമുക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും പരിശോധിക്കപ്പെട്ടിട്ടാണല്ലോ. അല്ല, കാലാകാലങ്ങളിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പോസിറ്റീവായിട്ട്. ഇപ്പോൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള അടിയും തല്ലൊക്കെ കൊണ്ടിട്ടുള്ള യൂത്ത് കോൺഗ്രസ്സുകാരെ കോൺഗ്രസ് വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നില്ല എന്ന് കെ യു ജനീഷ് കുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു പ്രസ്താവനയോട് എന്താ പറയാനുള്ളത്? അല്ല, പാർട്ടി കുറെ കൂടെ ഒക്കെ പരിഗണിക്കണം. എല്ലാ മേഖലയിലും കുറച്ചുകൂടെ പഠിച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. ഒരുപാട് കാരണം കഴിഞ്ഞ ഒരു 10 വർഷം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പലപ്പോഴും 5 വർഷം കഴിയുമ്പം സ്വാഭാവികമായിട്ടും ഓൾട്ടർനേറ്റീവ് ഗവൺമെന്റ്സ് ഉണ്ടായിട്ടുള്ളൊരു സ്റ്റേറ്റാണ് കേരളം എന്ന് പറയുന്നത്. പക്ഷേ പതിവിന് വിപരീതമായി 2 തുടർഭരണം ഉണ്ടാകുമ്പോൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന കേസുകളുടെയൊക്കെ ട്രയലും അതിൻ്റെ പ്രയാസങ്ങളും ജയിൽവാസങ്ങളും വലിയ രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങളും ഒക്കെ വഴി കഴിഞ്ഞ ഒരു 10 കൊല്ലം അല്ലേ, ഒരു 25 വയസ്സായുള്ള ആൾക്ക് 35 വയസ്സായി. അയാൾ ആ 10 വർഷത്തിനുള്ളിൽ എടുത്ത അയാളുടെ ഒരു എഫേർട്ടും കാര്യങ്ങളൊക്കെ പരിഗണിക്കപ്പെടേണ്ടതുകൊണ്ട് അതിന് കുറെ കൂടെ കരുതലോടുകൂടെ കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനം സിസ്റ്റം ഉണ്ടാവണം. കാര്യത്തിൽ തർക്കമില്ല.